എറണാകുളം ആലുവയിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. മരിച്ചത് കൊല്ലം കുണ്ടറ സ്വദേശി അഖില, സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനു കസ്റ്റഡിയിൽ. തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ഷാർജയിലെ കൊല്ലം സ്വദേശി അതുല്യയുടെ മരണത്തിൽ കൂടുതൽ നിയമ നടപടിക്ക് കുടുംബം. ഷാർജ പോലീസിൽ പരാതി നൽകും. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളും ഇന്നുണ്ടായേക്കും. അന്വേഷണം ഊർജിതമാക്കാൻ ചവറ തെക്കുംഭാഗം പോലീസ്. ഷാർജയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പഹൽഗാം ഭീകരാക്രമണവും അഹമ്മദാബാദ് വിമാന ദുരന്തവും അടക്കം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഓപ്പറേഷൻ സിന്ദൂറിലെ ട്രംപിന്റെ അവകാശവാദങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് വിശദീകരണം നൽകണമെന്നും ആവശ്യം. സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് 15 സുപ്രധാന ബില്ലുകൾ. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇന്നു മുതൽ. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. 2003 കാണാതായ അനന്യ ഭട്ടിന്റെ അടക്കം മുഴുവൻ മിസ്സിംഗ് കേസുകളും അന്വേഷണ പരിധിയിൽ. ഭൂമിക്കായി ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയെ കൊലപ്പെടുത്തിയതും അന്വേഷിക്കും. ധർമ്മസ്ഥലയിലെ ചുഴലടിക്കാൻ കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ തർക്കം അയവില്ലാതെ തുടരുന്നു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. BJP സിൻഡിക്കേറ്റ് അംഗം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ.